أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യം കൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നാമുമായി ബന്ധപ്പെട്ട പല ആളുകളും ഇന്ന് പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അല്ലാഹു അവിടെയൊക്കെ പരലോക ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. ഈ മജ്ലിസിൻ്റെ എല്ലാവിധ ഫളായിലുകളും അല്ലാഹു അവരുടെ അർവാഹുകളിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുത്ത് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്നേഹാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹറുല്ലാഹിൽ മുഹറം എന്ന് പറയപ്പെടുന്ന അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ മുഹറം മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. വളരെ പ്രധാനപ്പെട്ട പവിത്രമാക്കപ്പെട്ട ശ്രേഷ്ഠത നൽകപ്പെട്ട മാസമാണ് മുഹറം എന്ന് പറയുന്നത്. മറ്റുള്ള മാസങ്ങൾക്കും വ്യത്യസ്തങ്ങളായ മഹത്വങ്ങളുണ്ട്. മുഹറം എന്ന് പറയുന്ന മാസം ഒരുപാട് വിഷയങ്ങൾ പറയാനുള്ള മാസമാണ്. വിശ്വാസികൾക്ക് സന്തോഷവും അതുപോലെ തന്നെ വേദനയും നൽകപ്പെട്ട ഒരു മാസമാണ് മുഹറം എന്ന് പറയുന്നത്. ഒരു വിശ്വാസിയുടെ പുതുവത്സരം കൂടിയാണ് മുഹറം. എന്നാൽ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായം തന്നെ പാശ്ചാത്യ സംസ്കാരങ്ങൾ കടമെടുത്തുകൊണ്ട് മുസ്ലിമീങ്ങളുടേതല്ലാത്ത രൂപത്തിലുള്ള ആഘോഷങ്ങളും ആഹ്ലാദങ്ങളും കാണിച്ചുകൊണ്ട് ജനുവരി മാസത്തെ ന്യൂ ഇയറായി ആഘോഷിക്കപ്പെടുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പുതുവത്സരം എന്ന് പറയുന്നത് മുഹറം മാസമാണ്. ഞാൻ ഓർത്തുപോവുകയാണ്, ന്യൂ ഇയർ ആഘോഷം എന്ന് പറയുമ്പോൾ, പുതുവത്സരം ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അവർ മനസ്സിലാക്കി വച്ചിട്ടുള്ളത്?
നാം മനസ്സിലാക്കേണ്ടത്, നാം ഒരു വർഷം നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ ആഖിറത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത നാം മറക്കുകയാണ്. എൻ്റെ ആയുസ്സിൽ നിന്ന് ഒരു വയസ്സ് കഴിഞ്ഞുപോയി എന്നുള്ളത് ആലോചിക്കുമ്പോൾ എനിക്ക് ഇനി ബാക്കി ഉള്ള വയസ്സ് മാത്രമേ ഉള്ളൂ, എൻ്റെ ആയുസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ എവിടെയാണ് നമുക്ക് ആഘോഷിക്കാൻ സാധിക്കുക? 50 വയസ്സുള്ള ഒരു മനുഷ്യൻ, അയാൾക്ക് അല്ലാഹു തആല 55 വയസ്സ് വരെ ആയുസ് തീരുമാനിച്ചിട്ടുള്ളെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞ് 51 വയസ്സിലേക്ക് കടക്കുമ്പോൾ അയാൾ എങ്ങനെയാണ് ആഘോഷിക്കുക? കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആയുസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മരണത്തിലേക്ക് ഓരോ സെക്കൻഡുകളും അടുത്തുകൊണ്ടിരിക്കുന്ന നാം എന്തടിസ്ഥാനത്തിലാണ് പുതുവത്സരം ആഘോഷിക്കുന്നത്? അത് വിഡ്ഢിത്തമാണ് എന്ന് പറയാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുതുവത്സരം എന്ന് പറയുന്നത് ആഹ്ലാദിക്കാനും ആർമാദിക്കാനും അടിച്ചുപൊളിക്കാനുമുള്ള മാസം അല്ല, മറിച്ച് ഒരു വിചിന്തനം നടത്താനുള്ള മാസമാണ്. എൻ്റെ ഒരു വർഷം കഴിഞ്ഞു. ഈ ഒരു വർഷം ഞാൻ എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം എനിക്ക് നാളേക്ക് വേണ്ടി ഞാൻ ഒരുക്കി വച്ചിട്ടുണ്ട് എന്നൊക്കെ ആത്മവിചിന്തനം നടത്തേണ്ട ഒരു സമയമാണ് പുതുവത്സരം എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിൽ ഞാൻ എന്തെല്ലാം എനിക്ക് വേണ്ടി ചെയ്തു, നാളെ പരലോകത്തേക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്, അല്ല നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ ആലോചിച്ചുകൊണ്ട് നമ്മളെ തന്നെ വിചിന്തനം നടത്തേണ്ട, നമ്മളെ തന്നെ പരിശോധന നടത്തേണ്ട സമയമാണ് പുതുവത്സരം എന്ന് പറയുമ്പോൾ, ഒരിക്കലും ഒരു വിശ്വാസിക്ക് ആചാരമായിട്ട്, ആഹ്ലാദമായിട്ട്, ആനന്ദമായി അടിച്ചുപൊളിച്ചുകൊണ്ട് പുതുവത്സരം ആഘോഷിക്കാൻ സാധ്യമല്ല എന്നുള്ള വസ്തുത നാം മറന്നു പോകരുത്. പുതുവത്സരം എന്ന് പറയുമ്പോൾ നമുക്കൊരു തുടക്കമായി വരികയാണ്, അഥവാ അടുത്ത വയസ്സിൻ്റെ ഒരു തുടക്കമാണ് പുതുവത്സരം. അപ്പോൾ തുടക്കത്തിൽ തന്നെ നാം കൃത്യമായും കൃത്യതയോടുകൂടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. തുടക്കം പിഴച്ചു പോയാൽ ഒടുക്കം പിഴക്കുമെന്നുള്ള വചനം പോലെ തുടക്കം നന്നായാൽ ഒടുക്കവും നന്നാവാം എന്ന് നാം ചിന്തിക്കുക. തുടക്കത്തിൽ തന്നെ പോരായ്മകളും അബദ്ധങ്ങളും ആണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ ഒടുക്കം അതേ അവസ്ഥയിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം, വസ്തുതയെ നമ്മൾ മറക്കാൻ പാടില്ല. ഈ ഒരു മുഹറം ഇപ്പോൾ മാസം പിറന്നു, പകുതിയും നമ്മിൽ നിന്ന് പിന്നിട്ടു. ഈ സമയത്തെങ്കിലും ഞാനും നിങ്ങളും ഒരു പ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. ഇത് എൻ്റെ നല്ല ഒരു തുടക്കത്തിൻ്റെ മാസമാണ്. ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ തുടക്കം വളരെ കൃത്യമായ ഒരു രൂപരേഖയിലൂടെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക. വ്യക്തമായ ഒരു ധാരണയിലൂടെയായിരിക്കും എനിക്ക് വിജയത്തിലേക്ക് എത്താനുള്ള ചവിട്ടുപടികൾ കടന്നുകൊണ്ടായിരിക്കും ഞാൻ ഈ ഒരു വർഷത്തെ, ഈ ഒരു തുടക്കത്തെ ഞാൻ സ്വീകരിക്കുക എന്ന ഒരു പ്രതിജ്ഞ നമുക്കുണ്ടായിരിക്കും. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഓർമ്മപ്പെടുത്തിയല്ലോ, ഹാസിബു ഖബ്ല അൻ തുഹാസബു,
വസിനു അഅ്മാലക്കും ഖബ്ല അൻ തൂസനു എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞത്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് വിശ്വാസി. അതിൽ സംശയമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനാണ് എന്ന് പറയാൻ നമുക്ക് നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ നാളെ പരലോകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ നമ്മളെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള വസ്തുത വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവിടെ ചെല്ലുമ്പോൾ നമ്മളെ ഹിസാബിന് കൊണ്ടുവരും. നമ്മൾ ചെയ്ത നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന ഒരു സമയം ഉണ്ട് മഹ്ശറ ലോകത്ത്. അതുകൊണ്ട് തന്നെ ആ മഹ്ശറ ലോകത്ത് എൻ്റെയും നിങ്ങളുടെയും കർമ്മങ്ങൾ തൂക്കപ്പെടുമ്പോഴും നമ്മളെ അമലുകൾ ഹിസാബിന് വെക്കപ്പെടുമ്പോഴും അവിടെ ഒരിക്കലും സമ്പത്ത് കൊണ്ടോ അല്ലെങ്കിൽ പിടിപാട് കൊണ്ടോ തറവാട് കൊണ്ടോ രക്ഷപ്പെടാൻ സാധ്യമല്ലാത്ത ഒരു സ്ഥലമാണ് പരലോകമെന്ന് പറയുന്നത്. അവിടെ നമ്മളെ ഹിസാബിന് നിർത്തുന്നൊരു സമയമുണ്ട്. എല്ലാ ആളുകളെയും ഹിസാബിന് കൊണ്ടുവരും. അങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് വരാനുണ്ട്. അവിടെ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഈ ദുനിയാവിൽ വെച്ച് നമ്മൾ ഒന്ന് വിചാരണ ചെയ്യണം. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട്, എന്തെല്ലാം സൽക്കർമ്മങ്ങൾ വന്നിട്ടുണ്ട്, എന്തെല്ലാം തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഞാൻ എത്ര നന്മകൾ ചെയ്തു, എത്ര തിന്മകൾ ചെയ്തു. കൂടുതൽ നന്മയാണോ അതോ കൂടുതൽ തിന്മയാണോ ഇന്നത്തെ ദിവസം എന്നിൽ ഉണ്ടായത് എന്ന് നാം ഒന്ന് കിടക്കുന്ന സമയത്ത് നാം ഒന്ന് ചിന്തിച്ചാൽ ആരാരും നാളെ സഹായത്തിനില്ലാത്ത വളരെ ഭീതികരമായ വളരെ സങ്കടകരമായൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഇവിടുന്ന് നമ്മളൊന്ന് ഹിസാബ് നടത്തിയാൽ, നമ്മുടെ അഅ്മാലുകളൊന്ന് നമ്മൾ തൂക്കിയാൽ നമുക്കതിൽ മാറ്റം വരാം. ഇന്ന് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു, ഈ രൂപത്തിൽ ഞാൻ മുന്നോട്ട് പോയാൽ നാളെ പരലോകത്ത് രക്ഷപ്പെടുകയില്ല എന്ന ബോധ്യം നമുക്കുണ്ടായാൽ നാളെ നമ്മൾ തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കും. നാളെ നമ്മൾ തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കും. കാരണം പരലോകമെന്ന് പറയുന്നൊരു ലോകമുണ്ട്. അവിടെ നമ്മൾ അനുഭവിക്കേണ്ട പ്രയാസങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാവുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വിചിന്തനം നടത്തിയാൽ അവൻ നന്നാവാൻ അതൊരു കാരണമാണ്. അതാണ് പറഞ്ഞത്, ഹാസിബു ഖബ്ല അൻ തുഹാസബു വസിനു അഅ്മാലക്കും ഖബ്ല അൻ തുസനു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങളെ നാളെ റബ്ബിൻ്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്നൊരു ദിവസം വരും. നിങ്ങളുടെ അമലുകളൊക്കെ തൂക്കപ്പെടുന്നൊരു ദിവസം വരും. അതിൻ്റെ മുന്നോടിയായി നമ്മളൊന്ന് വിചാരണ ചെയ്യപ്പെടണം. നിങ്ങളെ വിചാരണ ചെയ്യപ്പെടണമെന്ന് ലോകത്തിൻ്റെ നേതാവ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ
ഞാൻ ചെയ്തത് കൂടുതൽ നന്മകളാണോ തിന്മകളാണോ എന്നുള്ള വിലയിരുത്തൽ. ഇതൊക്കെ വിലയിരുത്തുന്ന സമയത്ത് പേടിയും ഭയവും കടന്നു വരുന്നത് വിശ്വാസികൾക്കായിരിക്കും. അവരോടാണ് നമ്മൾ സംവദിക്കുന്നത്. വിശ്വാസമില്ലാത്ത, അല്ലാഹുവിനെ അംഗീകരിക്കാത്ത, അംബിയാ മുർസലുകളെ സ്വീകരിക്കാത്ത, ഖുർആനിനെ മലക്കുകളെ അംഗീകരിക്കാത്ത ആളുകളോട് നമുക്കിത് പറഞ്ഞിട്ട് കാര്യമില്ല. മറിച്ച് അല്ലാഹുവിനെ ആരാധിക്കുന്ന, അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന, പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന, നന്മ ഹിസാബുണ്ട്, അതുപോലെ തന്നെ തുലാസുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളോടാണ് നമുക്ക് വിഷയങ്ങൾ പറയേണ്ടതുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും വിജയിച്ച ആളുകളിൽ അല്ലാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പം നമ്മൾ ജീവിക്കുന്ന കാലം എത്രയായാലും കുറേ കാലം ജീവിക്കുക എന്നുള്ളത് നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് എത്താൻ ഒരു മുതൽ കാരണമല്ല. കുറച്ചു കാലം ജീവിക്കുക എന്നുള്ളതും പരലോകത്ത് നാളെ സ്വർഗത്തിലേക്ക് എത്താൻ അതൊരു കാരണമല്ല. അല്ലെങ്കിൽ ഹിസാബിൽ നിന്ന് രക്ഷപ്പെടാൻ അതൊരു കാരണമല്ല. മറിച്ച് നമ്മൾ കുറേ കാലം ജീവിച്ചാലും കുറഞ്ഞ കാലം ജീവിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാന്മാർ ചോദിച്ചില്ലേ, നിങ്ങളുടെ കൂട്ടത്തിൽ ഖൈറായ ആളുകൾ ആരാണ്? ആരാണ് ഖൈറായ ആളുകൾ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചത് കൂടുതൽ ആയുസ്സുള്ള ആളും അതോടൊപ്പം തന്നെ ആ ആയുസ്സിൽ നന്മകൾ ധാരാളം ചെയ്യുന്ന, നന്മകൾ നന്നാക്കുന്ന ആള്, അപ്പോൾ ആ ആളാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഖൈറായ ആള്, ഖൈറുള്ള ആളുകൾ എന്ന് പറയുന്നത്. അഥവാ ഒരുപാട് ആയുസ് കിട്ടി, 100-100-ലധികം വയസ്സ് ജീവിച്ചു. പക്ഷേ ആ ജീവിച്ച കാലമത്രയും അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് നന്മകളിലായി മാത്രം ജീവിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അവരെക്കുറിച്ച് നമുക്ക് പറയാം, അവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഖൈർ എന്ന്. അതേ സ്ഥാനത്ത് കുറേ കാലം ജീവിച്ചു, പക്ഷേ വലിയ സമ്പന്നനാണ്, പക്ഷേ നന്മകളൊന്നും ചെയ്യാത്ത ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖൈറുള്ള ആളാണ് എന്ന് പറയാൻ സാധ്യമല്ല. കാരണം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത്. കൂടുതൽ ആയുസ്സുണ്ടാവുകയും ഉള്ള ആയുസ് അത്രയും നന്മകൾ നന്നാക്കുന്ന ആളുകളാണ് നിങ്ങളിൽ ഖൈറെന്ന് ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം അതുകൊണ്ട് ദീർഘായുസ് ലഭിക്കുക എന്നുള്ളതോ അല്ല വിജയത്തിൻ്റെ മാനദണ്ഡം എന്ന് നാം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, പരലോകത്ത് നമ്മളെ ഹിസാബ് ചെയ്യപ്പെടുന്നൊരു സമയമുണ്ട്. അവിടെ 3 രൂപത്തിലാണ് ഹിസാബ് നടക്കുന്നത്. ഒരു രൂപം എന്ന് പറയുന്നത് വളരെയധികം കഷ്ടപ്പാടുള്ള ഒരു അവസരമാണ്, അപകടം നിറഞ്ഞ ഒരു രൂപമാണ് ഒന്നാമത്തെ ഹിസാബ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിഭാഗം ഏതാണ്? അവിടെ അവർക്ക് ഹിസാബ് ഉണ്ടാകും. ഒന്ന് ഹിസാബ് എടുത്തിട്ട് അവരെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കും, അതാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്, ആ വിഭാഗത്തിന് ഹിസാബ് ഉണ്ടാവൂല. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ പറ്റുന്നൊരു വിഭാഗമാണ്. ഈ രൂപത്തിൽ 3 വിഭാഗങ്ങളായിട്ട് ഹിസാബിന് കൊണ്ടുവരിക. അല്ലാഹു തആല ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, മുത്തുമുഅ്മിനീങ്ങളെ മുഴുവനും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു,
നാളെ റബ്ബിൻ്റെ മുമ്പിൽ നമ്മളെ ഹിസാബിന് നിർത്തുന്നതിൻ്റെ മുമ്പ്, നമ്മളെ അമലുകൾ ചോദ്യം അമലുകൾ തൂക്കപ്പെടുന്നതിൻ്റെ മുമ്പ് നമ്മളൊന്ന് തൂക്കപ്പെടണം എന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മളെ തന്നെ ഹിസാബ് നടത്തുക. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്തെല്ലാം ചെയ്യാൻ പറ്റാത്തത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഹിസാബ് നടത്തുന്നതിന് പകരം ഇന്നത്തെ ജനതയുടെ സ്വഭാവം എന്താണ്? നമ്മളെ തെറ്റുകളും കുറ്റങ്ങളും ഒന്നും നോക്കാതെ മറ്റുള്ളവരുടെ ഹിസാബ് നടത്തുന്ന, മറ്റുള്ളവരെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് നാം മാറിക്കൊണ്ടിരിക്കുകയാണ്. നാം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം മറ്റുള്ളവരെന്താ ഇങ്ങനെ, അവരെന്താ അങ്ങനെ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവരെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്ന നാം നമ്മുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ശ്രദ്ധ കൊടുക്കാത്തത്? നമ്മുടെ കാര്യത്തിലൊരു വിചിന്തനം നടത്താൻ എന്തുകൊണ്ട് നമ്മൾ തയ്യാറാകുന്നില്ല? അങ്ങനെ നമ്മൾ തയ്യാറായാൽ മറ്റുള്ളവരെക്കുറിച്ച് ചർച്ച ചെയ്യാനോ അന്വേഷണം നടത്താനോ നമുക്ക് സാധ്യമാവുകയില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റത്തിരുത്തലുകൾ നടത്തേണ്ടതുണ്ട്. എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനിടയിൽ മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ എനിക്ക് സമയമുണ്ടാകില്ല എന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിലേക്ക് വരണം. മറ്റുള്ളവരുടെ കുഴപ്പങ്ങളും കുറ്റങ്ങളും തോണ്ടിക്കണ്ടെത്തുന്നതിന് പകരം എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ചിന്ത. നമ്മൾ നിസ്കരിക്കാറുണ്ട്, നോമ്പനുഷ്ഠിക്കാറുണ്ട്, വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്. ഇതെല്ലാം റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ? എൻ്റെ അമലുകളൊക്കെ അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ടോ? അമലുകൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ശുദ്ധി വരുത്തിയിട്ടുണ്ട്, അത് റബ്ബ് കബൂലാക്കിയിട്ടുണ്ടോ എന്നുള്ള ചിന്തകളൊക്കെയാണ് നമ്മളെ ഖൽബിലേക്ക് വരേണ്ടത്. അതേ സ്ഥാനത്ത് നമ്മൾ നിസ്കരിക്കുമ്പോഴും ചിന്ത എന്താണ്? മറ്റുള്ളവരെ കുറിച്ചാണ്. ഞാൻ ഓളോടുക്കുമ്പോൾ എൻ്റെ അപ്പുറത്ത് ഓളോടുക്കുന്ന ആളെക്കുറിച്ചാണ് എൻ്റെ ചിന്ത. എന്താണ് ഇയാൾ ഇങ്ങനെ ഓളോടുക്കുന്നത്? ഓളോ ശരിയാകുന്നില്ലല്ലോ. എന്നാൽ ഞാനെടുത്ത ഓളോ ശരിയാവുന്നുണ്ടോ? ഓളോ എൻ്റെ ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളും പാലിക്കുന്നുണ്ടോ? നിസ്കാരത്തിൻ്റെ ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളും പാലിക്കുന്നുണ്ടോ എന്നൊന്നും സ്വന്തമായി ചിന്തിക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ജാഗ്രത പാലിക്കുന്നത് നമ്മുടെ പരാജയത്തിന് കാരണമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നാം നിസ്കരിച്ചത് കൊണ്ട് റബ്ബത് സ്വീകരിക്കൂല. നാം കർമ്മങ്ങൾ ചെയ്തത് കൊണ്ടത് സ്വീകരിക്കൂല. മറിച്ച് കർമ്മങ്ങളെല്ലാം മലായികത്തുകൾ നോക്കുന്നതാണ്. എൻ്റെ നിസ്കാരം മലക്കുകൾ നോക്കും, എൻ്റെ ഖുർആനോത്ത് മലക്കുകൾ നോക്കും, എൻ്റെ മറ്റുള്ള ദാനധർമ്മങ്ങൾ മലക്കുകൾ നോക്കും. എല്ലാം മലക്കുകൾ നോക്കിയിട്ട് അതിൽ തെറ്റില്ല എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് മലായികത്ത് നമ്മുടെ അഅ്മാലുകൾ റബ്ബിലേക്ക് ഉയർത്തുന്നത്. കണ്ടില്ലേ നിങ്ങൾ, ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ പ്രായാധിക്യം ചെന്ന മനുഷ്യനാണ്. 80-90 വയസ്സോളമുള്ള പ്രായം ചെന്ന ഒരു ഉപ്പ എല്ലാ വഖത്തിനും ജമാഅത്തിന് പള്ളിയിൽ വരുന്ന ആളാണ്. വീട്ടിൽ നിന്ന് വരുമ്പോൾ വടിയും കുത്തിപ്പിടിച്ച് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് വീട്ടിൽ നിന്ന് വരുന്ന ആളാണ്. എല്ലാ സമയത്തും ജമാഅത്തിന് പള്ളിയിലുണ്ടാകും. നല്ല ആത്മാർത്ഥതയുള്ള മനുഷ്യനാണ്. ആലിമീങ്ങളെ ബഹുമാനിക്കുന്ന ആളാണ്. മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്ന ആളാണ്. നന്മകളിൽ മുമ്പിലുള്ള ആളാണ്. ആ മനുഷ്യൻ ഒരു ദിവസം സുബഹിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് കരണ്ട് പോകുന്നു.
അതിൻ്റെ പിന്നാലെ ഇടിയും മിന്നലും വന്ന് നല്ല മഴയും പെയ്യുന്നു. ആ മനുഷ്യന് ജമാഅത്ത് നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ല. കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് നനഞ്ഞുകൊണ്ട് വെളിച്ചമില്ലാതെ പള്ളിയിലേക്ക് വരുന്നു. പള്ളിയിൽ വന്ന് നിസ്കരിക്കുകയാണ്. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞു. അത് നീണ്ട സുന്നത്ത് നിസ്കാരമാണ്. റബ്ബിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിസ്കാരമാണ്. നല്ല ഭയഭക്തിയോടുകൂടെയുള്ള നിസ്കാരമാണ്. അങ്ങനെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് ജമാഅത്തിലേക്ക് പ്രവേശിക്കുന്നു. അയാൾ നിസ്കാരം തുടങ്ങുമ്പോൾ അയാളെ ഖൽബ് അല്ലാഹുവിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. മറ്റൊരു ചിന്തയും അയാളിലില്ല. അങ്ങനെ നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ്റെ നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ പറയും അത് റബ്ബ് സ്വീകരിക്കുമെന്ന് നമ്മൾ പറയും. എന്നാൽ മുഅ്മിനീങ്ങളോട് പറയട്ടെ, ആ നിസ്കരിക്കുന്ന മനുഷ്യൻ്റെ തുണിയിൽ അല്പം നജസുണ്ടായിരുന്നു. അഥവാ നിസ്കാരത്തിൻ്റെ സിഹത്തിനെ ബാധിക്കുന്ന നജസ് തുണിയിലുണ്ടാവുകയോ അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ സ്വീകാര്യതയെ നഷ്ടപ്പെടുത്തുന്ന ഒരു ദോരം തുണിയിലുണ്ടാവുകയോ ഔറത്ത് കാണുന്ന രൂപത്തിലുണ്ടാവുകയോ ചെയ്താൽ അയാളെ നിസ്കാരം മലായികത്തിൻ്റെ അടുക്കലേക്ക് എത്തുമ്പോൾ മലക്കുകൾ അത് തള്ളിക്കളയുന്നു. മലക്കുകൾ ചിന്തിക്കൂല, സാധുവാണ്, മഴ നനഞ്ഞു വന്നതാണ്, കൂരിരുട്ടാണ്, ഒരുപാട് പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് പള്ളിയിലേക്ക് വന്നതുകൊണ്ട് ആ മനുഷ്യൻ്റെ നിസ്കാരം നമുക്കൊന്ന് സ്വീകരിക്കാം. ഈ മലക്കുകൾ അങ്ങനെ ചർച്ച ചെയ്യൂല. ആ മനുഷ്യൻ്റെ നിസ്കാരം മലക്കുകൾ റബ്ബിലേക്ക് ഉയർത്തുകയില്ല. കാരണം നിസ്കാരം സ്വഹീഹായിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരോട് പറയട്ടെ, നമ്മളെ നിസ്കാര കുപ്പായങ്ങൾ, നമ്മളെ നിസ്കാര മുസല്ലകൾ, നിസ്കരിക്കുന്ന സ്ഥലങ്ങൾ മുഴുവനും നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മക്കളൊക്കെ പള്ളിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നജസിൽ നിന്ന് ശുദ്ധിയായ നല്ല വസ്ത്രം ധരിപ്പിച്ച്, നല്ല വേഷം ധരിപ്പിച്ച്, ഔറത്ത് മറയുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് വേണം നമ്മുടെ മക്കളെ പള്ളിയിലേക്ക് അയക്കാൻ. അല്ലാതെ നിസ്കരിച്ചോ എന്ന് ചോദിച്ചാൽ നിസ്കരിച്ചു, നോമ്പ് നോറ്റോ എന്ന് ചോദിച്ചാൽ നോമ്പ് നോറ്റു എന്ന് പറയാനേ നമുക്ക് കഴിയൂ. റബ്ബ് സ്വീകരിക്കൂല. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മുടെ ഓരോ അമാലുകളും നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഞാൻ നിസ്കരിച്ച നിസ്കാരം റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടാവുമോ? അതിന് വല്ല പോരായ്മകളും വന്നിട്ടുണ്ടാകുമോ എന്നുള്ള ചിന്തയോടുകൂടെയായിരിക്കണം നമ്മൾ നിൽക്കേണ്ടത്. ആ ചിന്ത ഖൽബിലേക്ക് വരുമ്പോൾ തുടർന്നുള്ള അമലുകളിലൊക്കെ ഒരു പോരായ്മകളിൽ നിന്ന് അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ചിന്തിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളെ തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം നടത്തേണ്ടതുണ്ട്. നമുക്ക് കഴിയുമോ എൻ്റെ ജീവിതത്തിൽ ഇത്ര കൊല്ലമായിട്ട് ഒരു നിസ്കാരം കൃത്യമായി നിസ്കരിച്ചു എന്ന് പറയാൻ, എൻ്റെ ഒരു നോമ്പ് റബ്ബ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ, എൻ്റെ സദഖ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ, എൻ്റെ തഹജ്ജുദ് റബ്ബ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ, എൻ്റെ ഖുർആൻ പാരായണം റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയാൻ നമുക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? അങ്ങനെ ധൈര്യമില്ലാത്ത നമ്മൾ പിന്നെങ്ങനെയാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ചികഞ്ഞു നോക്കിയിട്ട് അവരെ നമ്മൾ വിലയിരുത്താൻ നമ്മൾ പോകുന്നത്?
ആദ്യം നമ്മളെ തന്നെ നന്നാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റമദാനൊക്കെ വന്നപ്പോൾ നമ്മളെല്ലാവരും റമദാനിൻ്റെ 27-ാം രാവിലും ഒറ്റയിട്ട രാവുകളിലൊക്കെ നമ്മൾ റബ്ബിനോട് കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും കുറവുകളും എല്ലാം നീ പുറത്തു തരണം എന്ന് ആത്മാർത്ഥമായി നമ്മൾ കരഞ്ഞവരാണ്, ദുആ ചെയ്തവരാണ്. അതിൻ്റെ തുടർന്നുള്ള ദിവസങ്ങൾ നോമ്പ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ മുഹറം മാസത്തിലേക്ക് എത്തി. ആ ദുആ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ? നമ്മളെ ജീവിതം റമളാനിൻ്റെ മുമ്പുള്ളതുപോലെ തന്നെ റമളാനിൻ്റെ ശേഷവും മാറ്റമൊന്നുമില്ലാതെയാണെങ്കിൽ റബ്ബ് നമ്മളെ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നല്ലൊരു വിചിന്തനം നടത്തണം, നല്ലൊരു ചോദ്യം ചെയ്യൽ നമ്മുടെ ശരീരത്തെ നമ്മൾ നടത്തണം. ഈ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വന്നാൽ നമുക്ക് തന്നെ മാറ്റാൻ കഴിയില്ല. നമുക്ക് നമ്മളെ തന്നെ നന്നാക്കിയെടുക്കാൻ കഴിയില്ലെങ്കിൽ മുഅ്മിനീങ്ങളെ പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരെ നന്നാക്കാൻ നമ്മൾ ശ്രമിക്കുക? അത് എങ്ങനെയാണ് സാധിക്കുക? എനിക്ക് എന്നെ തന്നെ നന്നാക്കാൻ കഴിയുന്നില്ല, പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുക? എനിക്കത് കഴിയില്ല. നമ്മൾ മാറാതെ മറ്റുള്ളവരെ മാറ്റണമെന്ന് ചിന്തിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം നന്നാവണം, പിന്നീട് മറ്റുള്ളവരിലേക്ക് നമ്മുടെ ഇസ്ലാമിക ദഅവത്ത് നമ്മൾ എത്തിക്കണം. ഈ രൂപത്തിലുള്ള പ്രവർത്തനമല്ലേ മുൻഗാമികളായ ആളുകൾ നടത്തിയിരുന്നത്. അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പഠിച്ച സഹാബത്തും അവരിൽ നിന്ന് പഠിച്ച താബിഈങ്ങളും തബഉ താബിഈങ്ങളും ഔലിയാക്കളും മുഴുവനും നമുക്ക് പഠിപ്പിച്ചു തന്നത് ആ രൂപത്തിലാണ്. നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, എനിക്ക് നന്നാവാൻ എങ്ങനെ കഴിയും? എൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ നാളെ പുലരുമ്പോഴേക്ക് എൻ്റെ ആയുസ്സിൽ നിന്ന് എനിക്കൊരു ദിവസം നഷ്ടപ്പെടുകയാണോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നാളെ നമ്മൾ ഈ ഓരോ ദിവസവും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന നമുക്ക് കഴിയും മാറാൻ. പേടി റബ്ബിനെ ഉണ്ടെങ്കിൽ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ മഹാന്മാരിൽ നിന്നുള്ള ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് റബ്ബിനെ മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറായാൽ നമുക്ക് വലിയ മാറ്റങ്ങളുണ്ടാകും. നമുക്ക് മാറാൻ കഴിയും. നമുക്ക് നമ്മുടെ ശരീരത്തെ ദുർമാർഗത്തിൽ നിന്ന്, തെറ്റിൽ നിന്ന്, വേണ്ടാത്തരങ്ങളിൽ നിന്ന് പിടിച്ചുകെട്ടാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ നല്ല ശ്രമിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഓരോ സെക്കൻഡുകളും കഴിയുന്തോറും ഞാൻ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയം അത്രയും, അതിൽ ഓരോ സെക്കൻഡുകളും, ഈ സെക്കൻഡുകൾ മുഴുവനും ഞാൻ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കേൾക്കുന്ന നിങ്ങളും ഓരോ സെക്കൻഡുകളും നിങ്ങളുടെ ആയുസ്സിൽ നിന്ന് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാവരും മരണത്തിലേക്ക് പോകുന്നു. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ എന്തും സംഭവിക്കാം. എപ്പോഴും മരണം നമ്മളെ പിടികൂടുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടെ നമ്മൾ ജീവിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്.
അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് എങ്ങനെ നന്നാവാൻ കഴിയും, ഞാൻ എങ്ങനെ നന്നാവും, ഞാൻ എങ്ങനെ നന്നാവുമെന്നുള്ള ചിന്ത നമ്മുടെ ഖൽബിലുണ്ടാവുകയും നന്നാവാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും നമ്മൾ ചെയ്യണം. നോക്ക്, നിങ്ങൾ ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഞാൻ എങ്ങനെ നന്നാവാനാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തവനാണ്, ഒരുപാട് തിന്മകൾ ജീവിതത്തിൽ ചെയ്തവനാണ് എന്ന് പറഞ്ഞിട്ട് പറയും, ഇനി ഞാനെങ്ങനെ നന്നാവാനാണ്. അതുപോലെ തന്നെ ചില ആളുകൾ പറയും, നീയൊക്കെ നന്നാവുകയോ, നീയൊന്നും നന്നാവൂല, നീ ഒരു കാലത്തും നീ ഗുണം പിടിക്കൂല, നന്നാവൂല എന്നൊക്കെ പറയുന്നവരുണ്ട്. മോനെ, നാം ഒന്ന് ചിന്തിക്കണം, എനിക്കെങ്ങനെ നന്നാവാൻ കഴിയും എന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മൾ പറയാം, ഞാനിപ്പോൾ ഇങ്ങനെ നന്നാവാനാണ്, എനിക്ക് നന്നാവാൻ കഴിയൂല എന്ന് നമ്മൾ പറയാൻ പാടില്ല. അത് വലിയ തെറ്റാണ് എന്ന് മാത്രമല്ല, മഹത്തുക്കൾ പറയുന്നുണ്ട്, അത് വൻ ദോഷങ്ങളിൽ പെട്ടതാണ്. ഇങ്ങനെ ഞാൻ നന്നാവൂല എന്ന് പറയുകയോ, എനിക്ക് നന്നാവാൻ കഴിയുകയില്ല എന്ന് പറയുകയോ, അല്ലെങ്കിൽ മറ്റുള്ളവർ നീ നന്നാവൂലടോ എന്ന് പറയുന്നതൊക്കെ വൻ കുറ്റമാണ്, വൻ ദോഷങ്ങളിൽ പെട്ടതാണെന്ന് മഹത്തുക്കൾ പറയുന്നുണ്ട്. കാരണം ഞാൻ നന്നാവൂല എന്ന് പറയുമ്പോഴേക്ക് എനിക്ക് അല്ലാഹുവിലുള്ള റഹ്മത്തിൽ നിന്ന് ഞാൻ ആശ തെറ്റിപ്പോവുകയാണ്. മറ്റൊരാളെക്കുറിച്ച് നീ നന്നാവൂലടോ എന്ന് പറയുമ്പോൾ അത് പറയാൻ നിനക്ക് ആരാണ് അധികാരം തന്നിട്ടുള്ളത്? അത് മുഴുവനും ഖാലിഖായ റബ്ബാണ്, ആ റബ്ബിൻ്റെ തീരുമാനമാണ്. ഇവിടെ നന്നാവാൻ കഴിയില്ല എന്ന് നമ്മൾ പറയരുത്, നീ നന്നാവൂല എന്നും പറയരുത്. നമ്മൾ നല്ല ശ്രമം നടത്തണം, നന്നാവാനുള്ള എല്ലാ വഴികളും നമ്മൾ തുറന്നു വെക്കണം. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെട്ട ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇവിടെ നമ്മൾ നല്ലൊരു തീരുമാനം എടുക്കണം. എന്താ തീരുമാനം? നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ നന്നാവാൻ പോകും, എനിക്ക് നന്നാവണം എന്നുള്ള വ്യക്തമായ നല്ലൊരു ധാരണയോടുകൂടെ. അല്ലാതെ ഇനിയിപ്പം ഏതായാലും ഇപ്പം പോവല്ല, ഇനിയിപ്പം റമദാനൊക്കെ വരുന്ന നന്നാവാം, അല്ലെങ്കിൽ ഇപ്പം മുഹറം മാസമൊക്കെ വരുന്ന നന്നായി നോക്കാം എന്നുള്ളൊരു അഴകുഴമ്പൻ നിലപാട് നമ്മൾ സ്വീകരിക്കരുത്. മറിച്ച് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടെന്താണ്? എനിക്ക് നന്നാവാൻ കഴിയും, ഞാൻ മാറും, ഞാൻ നന്നാവും എന്നുള്ള ഉറച്ച ദൃഢമായൊരു വിശ്വാസം നമ്മളിൽ ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നന്നാക്കി തരും. നമ്മുടെ വിശ്വാസം ഉണ്ടാവുകയും കൂടെ ചെയ്യണം എന്ന് മാത്രമാണ്. നമുക്ക് വിജയിക്കണമെങ്കിൽ നല്ലൊരു ടൈം ടേബിൾ നമ്മൾ ഉണ്ടാക്കുന്ന വേണം. നമ്മളിപ്പോൾ ടൈം ടേബിൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ഇന്ന ഓരോരോ സമയങ്ങളിലേക്ക് നമ്മൾ മാറ്റിവെക്കുക. ചില ആളുകളുണ്ട്, എന്തെങ്കിലും വഅദ് കേൾക്കുകയോ എന്തെങ്കിലും പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുകയോ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് നന്നാവലുണ്ട്. ഞാൻ നന്നാവാൻ പോവാണ്, ഇനി ഞാൻ നന്നാവുകയാണെന്നൊക്കെ തീരുമാനിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങും. 1-2 ദിവസങ്ങൾ മുഴുവൻ ഓത്തും പാട്ടും ഖിറാഅത്തുമായി നടക്കും, തസ്ബീഹും തഹ്ലീലും സ്വലാത്തുമായി നടക്കും. 3 ദിവസം കഴിയുമ്പോൾ അവൻ്റെ ചിന്ത മുഴുവനും മാറുകയാണ്, അവന് പിന്നെയും പഴയതിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നാം നല്ല ഒരു ടൈം ടേബിൾ നമ്മൾ റെഡിയാക്കി. എന്തിനാ ടൈം ടേബിൾ റെഡിയാക്കണമെന്ന് പറഞ്ഞത്? ഞാൻ സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റുകൊണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും, സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റുകൊണ്ട് നല്ല കർമ്മങ്ങൾ ഞാൻ ചെയ്യും, സുബഹിക്ക് ശേഷം ഇന്നത് ചെയ്യും, ദുഹാ നിസ്കരിച്ചതിൻ്റെ ശേഷം ഇന്നത് ചെയ്യും. അതുപോലെ തന്നെ എല്ലാ ദിവസവും റവാത്തിബ് സുന്നത്തുകൾ ഞാൻ നിസ്കരിക്കും, ഒറ്റ ഫർദും ഞാൻ ഒഴിവാക്കുകയില്ല, അല്ലാതെ ഞാൻ മുടങ്ങാതെ ചെല്ലും, സൂറത്ത് യാസീൻ ഞാൻ മുടങ്ങാതെ ചെല്ലും, തബാറക സൂറത്ത്, അതുപോലെ തന്നെ വാഖിഅ സൂറത്ത്, ഇതൊക്കെ ഞാൻ മുടങ്ങാതെ ഓരോ ദിവസവും ഇന്ന സമയത്ത് ചെയ്യുമെന്നുള്ള ഒരു
ടൈം ടേബിൾ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ എന്ത് വിഷയങ്ങൾ വന്നാലും നമ്മൾ ആ ടൈം ടേബിൾ മാറ്റാതെ നമ്മൾ അതിൽ ഉറച്ചു നിന്നാൽ നമുക്ക് നന്നാവാൻ അതൊരു കാരണമാകും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അടിമകളെ ഇഷ്ടപ്പെടുക എന്ന് പറയും. സമ്പത്തുണ്ടാവുക എന്നുള്ളതല്ല, ഒരു വലിയ സമ്പന്നനാണ് അല്ലാഹു തആല. ആർക്കെങ്കിലും സമ്പത്ത് കൊടുത്തു എന്നുള്ളത് കൊണ്ട് വിജയിച്ചു എന്ന് പറയാൻ നമുക്കാർക്കും സാധ്യമല്ല. സമ്പത്ത് കൊടുത്തിട്ടില്ല എന്നതിൻ്റെ പേരിൽ വിജയിച്ചു എന്ന് പറയാനും നമുക്ക് കഴിയില്ല. ഈ സ്ഥാനത്ത് അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ അടയാളം മഹത്തുക്കൾ പറയുന്നുണ്ട്. നമ്മൾ നല്ല നല്ല സമയങ്ങൾ, പ്രധാനപ്പെട്ട മാസങ്ങളൊക്കെ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആ സമയങ്ങളിലും ദിവസങ്ങളിലും മാസങ്ങളിലും നന്മ ചെയ്യാനുള്ള കഴിവ് ഉണ്ടാകുന്നതാണ്. അല്ലാഹു തആല തൗഫീഖ് കൊടുക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ അടയാളമായിട്ട് മഹത്തുക്കൾ പറയുന്നത് അവൻ നല്ല ദിവസങ്ങളും മാസങ്ങളും സമയങ്ങളും അവനിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ മുഴുവനും അവൻ സ്വീകരിച്ച് ധാരാളം കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുക എന്നുള്ളതാണ്. അതിനെ അവൻ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ അടയാളമായി മഹത്തുക്കൾ പറയുന്നത്. അതുപോലെ തന്നെ ഒരു നന്മയും ചെയ്യാൻ കഴിയാതെ നല്ല ദിവസങ്ങളും മാസങ്ങളും സമയങ്ങളൊക്കെ നമ്മളിലേക്ക് കടന്നു വന്നിട്ട് പോലും നന്മകൾ അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല എന്നതിൻ്റെ അടയാളമാണ് എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊരു വിചിന്തനം നടത്തേണ്ടത് നമ്മൾ വളരെ അത്യാവശ്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾ സമയം ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട സമയങ്ങളാണ്. വെള്ളിയാഴ്ച ജുമുഅയുടെ സമയം, ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ മുഹറം മാസം ദിവസങ്ങളൊക്കെ വെള്ളിയാഴ്ച ദിവസങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ ഈ ദിവസങ്ങളിലും മാസങ്ങളിലൊക്കെ അല്ലാഹു തആല നന്മകൾക്ക് വലിയ പ്രതിഫലം കൊടുക്കുമെന്ന് ഇന്ന് നന്മ ചെയ്യുക എന്ന് പറഞ്ഞു വരുന്നത് നല്ല നല്ല സമയങ്ങളിലും ദിവസങ്ങളിലും മാസങ്ങളിലൊക്കെ നമുക്ക് നന്മ ചെയ്യാൻ ഉണ്ടാകുന്ന അവസരങ്ങൾ നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. അഥവാ നമ്മളതിനെ മെനക്കെടുന്നില്ല എന്നുള്ളത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, തെറ്റുകൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസമായ ഒരു കാര്യമാണ്. നന്മ ചെയ്യുക എന്നുള്ളത് വലിയ കഷ്ടപ്പാടൊന്നുമില്ല. തിന്മ ചെയ്യാനാണ് വളരെ കഷ്ടപ്പാട്. കാരണം ആരെങ്കിലും കാണുമോ, അല്ലെങ്കിൽ 4 ആളുകൾ ഉണ്ടാകുമ്പോൾ മാറി നിൽക്കുക എന്നൊക്കെ ചിന്തിച്ച് ഇടങ്ങറായിട്ട് തെറ്റിലേക്ക് പോകും. പക്ഷെ നന്മ ചെയ്യുന്ന സമയത്ത് ഇടങ്ങറുണ്ടാവില്ല. നന്മ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നന്മകൾക്ക് അത്ര വലിയ ഇടങ്ങറുള്ള ഇല്ല. നന്മകൾ നമ്മൾ അധികരിക്കും. ഇന്ന് നോക്കി നിങ്ങൾ, തെറ്റുകളുമായി മാത്രം ഓടിക്കലർന്നൊരു ലോകത്താണ് നമ്മളുള്ളത്. എവിടേക്ക് നോക്കിയാലും മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുകളുടെ കൂമ്പാരങ്ങൾ. ഈ തസ്ബീഹ് മാലയിൽ നിന്ന് മാല പൊട്ടിയിട്ട് മുത്തുകൾ ഉതിർന്നു വീഴുന്നത് പോലെ തെറ്റുകളുടെ ഒരു കൂമ്പാരങ്ങളുമായി മുസ്ലിം സമൂഹം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എത്രയാ തെറ്റുകളാണ്! പഴയ കാലത്തെ തെറ്റുകളെ പുതിയ രൂപത്തിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ട് തെറ്റുകൾ ചെയ്യുന്നൊരു കാലമാണ്. പഴയ കാലത്തിനേക്കാളും മോശമായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത്. കാരണം പഴയ കാലത്ത് ഒരു തെറ്റാണെങ്കിലും മാന്യതയോടുകൂടെയായിരുന്നു ചെയ്തിരുന്നത്. ആളുകൾ കാണുന്നുണ്ടോ കാണുന്നില്ലേ എന്നൊക്കെ നോക്കിയിട്ട് ഒരു പേടിയും ബേജാറോട് കൂടെയൊക്കെയായിരുന്നു പഴയ കാലത്തൊക്കെ തെറ്റിലേക്ക് ആളുകൾ പോയിരുന്നത്.
ഇന്ന് ഒരു ഉളുപ്പുമില്ലാതെ, ഒരു ഹയാവുമില്ലാതെ, അപ്പ കാണുന്നുണ്ടെങ്കിൽ കാണട്ടെ, ഉമ്മ കാണുന്നുണ്ടെങ്കിൽ കാണട്ടെ, ആര് കണ്ടാലും ആര് കേട്ടാലും എനിക്കതിൽ യാതൊരു പരാതിയുമില്ല എന്നുള്ള രൂപത്തിലേക്ക് തെറ്റുകളെ നിസാരവൽക്കരിച്ചുകൊണ്ട് ഇന്നിൻ്റെ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ ക്യാമ്പസുകളിലൂടെ, സ്കൂളുകളിലൂടെ, അതുപോലെ തന്നെ മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയൊക്കെ നമ്മളൊന്ന് സഞ്ചരിക്കുമ്പോൾ പല വേണ്ട പ്രവർത്തനങ്ങളും വേണ്ട വൃത്തികളും ഇന്ന് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലേക്ക് നമ്മൾ ലക്ഷങ്ങൾ മുടക്കി നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ അയക്കുമ്പോൾ അവർ പഠിക്കുന്നുണ്ടോ, അത് മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളിലാണോ എന്ന് വിലയിരുത്തേണ്ട മാതാപിതാക്കളാകുന്ന നമ്മൾ പോലും മൗനം ദീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മക്കളല്ലേ, കുറച്ചൊക്കെ കളിക്കണം എന്നൊക്കെ പറഞ്ഞ് മൗനം ദീക്ഷിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ അഭിമാനമായിരിക്കും, നമ്മുടെ സമ്പത്തായിരിക്കും, നമ്മളേറെ സ്നേഹിച്ചാറ്റുനോറ്റ് വളർത്തിയ നമ്മുടെ മകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മകനായിരിക്കാം. ഇങ്ങനെ രൂപത്തിലേക്കും ഇന്ന് മനുഷ്യൻ വളർന്നുകൊണ്ടിരുന്ന് അവന് തെറ്റുകളൊക്കെ ചെയ്യാൻ അവസരങ്ങൾ കാലങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് ഭാഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും തെറ്റിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗങ്ങൾ ധാരാളം നമ്മൾ കാണുന്നുണ്ട്. അല്ലാഹു തആല സർവ്വത്തിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. മാടിത്തരങ്ങളിലൂടെ അല്ലാഹുവേ, നീ ഞങ്ങളുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ദീനിനും മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉപകാരമുള്ള തൻ്റെ ഇടമുള്ള മക്കളാക്കി നീ നൽകണേ അല്ലാഹ്. നിങ്ങൾ നോക്ക്, മറ്റൊന്ന് മുസ്ലിം സമുദായത്തിൻ്റെ അപജയം എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ മുസ്ലിം സമുദായം തെറ്റിലേക്ക് നിരന്തരം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഇസ്ലാമിക പണ്ഡിതൻ വിശുദ്ധ ദീനിൻ്റെ മതമൂല്യങ്ങളെ പറഞ്ഞുകൊണ്ട് ആ വിഷയങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് വിഷയങ്ങൾ പറയുമ്പോൾ ആ പണ്ഡിതനെതിരെ, ആ പറഞ്ഞ വാക്കുകൾക്കെതിരെ മുസ്ലിം സമുദായത്തിലെ ചില ആളുകൾ രംഗപ്രവേശനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കണ്ടില്ലേ, സ്ഥലങ്ങളിലൊക്കെ പള്ളിയിലെ ഉസ്താദുമാര് ദീന് പറയാൻ പറ്റാത്തൊരവസ്ഥ. ദീന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ജോലി രാജിവെച്ചിട്ട് പോവേണ്ട ഒരവസ്ഥ. കാരണം എന്താ? പള്ളി, മദ്രസ, സ്ഥാപനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിക്കാനുള്ളതാ. അങ്ങനെയാണ് നമ്മളതിനെ കാണുന്നത്. പക്ഷേ ഇന്നതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ദീന് പറയേണ്ട സ്ഥലങ്ങളിൽ അവിടുന്ന് ദീന് പറയാൻ പറ്റാത്ത ഒരു കാലം. പള്ളി മിഹ്റാബുകൾ രാഷ്ട്രീയങ്ങൾ പറയാനും മറ്റും ഉപയോഗപ്പെടുത്തുന്ന കാലം. ഈ സ്ഥാനത്ത് ദീനിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച്, ദീനിൻ്റെ നിയമങ്ങളെക്കുറിച്ച് പറയാനോ, ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദീനീ മസാലകളും വീക്ഷണങ്ങളും പറയാനോ പള്ളി മിഹ്റാബുകൾ ഇന്ന് അനുവദിക്കുന്നില്ല. ആ പള്ളിയിലെ ഉസ്താദുമാർക്ക് സാധിക്കുന്നില്ല, ഉലമാഇന് പറയാൻ പറ്റുന്നില്ല. ആ രൂപത്തിൽ സ്വന്തം മതത്തിൻ്റെ മൂല്യങ്ങളെ ജനങ്ങളോട് പറയുമ്പോൾ അത് അവർ തന്നെ എതിർക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ദീന് പോലും പറയാൻ പറ്റാത്തൊരു സാഹചര്യം, അതിന് പറ്റിയ മഹല്ല് മാനേജ്മെൻറ്റും ഭാരവാഹികളും. കാരണം എന്താ? നാട്ടിലെ പൗരപ്രമാണിയാണ് പള്ളിയുടെ സെക്രട്ടറി, അല്ലെങ്കിൽ നാട്ടിലെ വേണ്ടപ്പെട്ട ആളാണ് പള്ളിയുടെ പ്രസിഡന്റ്. പള്ളിയുടെ പ്രസിഡന്റിന് എന്താ പണി? പലിശക്ക് പണം കൊടുക്കുക എന്നുള്ളതാണ്. എന്താ പണി? അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റും മറ്റു കാര്യങ്ങളുമായി ഹക്കും ബാത്തിലുമില്ലാതെ ജീവിക്കുന്ന ആളാവാം. അതുപോലെ തന്നെ അതിൻ്റെ ഭാരവാഹികൾ പലരും പലിശക്ക് പണം കൊടുക്കുന്നവരും വാങ്ങുന്നവരുമാണ്. ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ അവരാണ് പള്ളി കൊണ്ടടക്കുന്നത്. അവിടെ വെച്ച് വെള്ളിയാഴ്ച ഖുത്ബയിൽ പലിശയെക്കുറിച്ച് പറയുമ്പോൾ, ജനങ്ങളെ വഞ്ചിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ, അത് വെള്ളിയാഴ്ച ജുമുഅക്ക് ശേഷം ഒരു 10 മിനിറ്റ് വഅദ് പറയാൻ എഴുന്നേറ്റ് നിന്നിട്ട്
പലിശ പണത്തെക്കുറിച്ച് പറഞ്ഞാൽ ഹറാമും ഹലാലും നോക്കാതെ സമ്പാദിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ മൊയിലാർക്കോട് നിൽക്കാൻ കഴിയൂല. ഇതാണ് ഇന്നത്തെ അവസ്ഥ. എന്നാൽ അവിടെയൊക്കെ നമ്മൾ ദീന് പറയണം. ദീന് പറയാൻ അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവും. മറ്റൊരവസ്ഥയാണ് ഞാൻ ഈ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി ഏതായാലും ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ മുഹറം എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, മുഹറം എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം നിൽക്കുന്ന മാസമാണ് മുഹറം. ഒരുപാട് വിജയങ്ങളായ വിജയങ്ങളൊക്കെ ഒരുപാട് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയ സങ്കടങ്ങളും നമുക്ക് നൽകിയ മാസമാണ് ഈ മുഹറം മാസം എന്ന് പറയുന്നത്. മുഹറം മാസം അല്ലാഹു തആല നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്ന മാസമാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ മനസ്സിനകത്ത് വേദനകളിന് സമ്മാനിച്ച മാസമാണ് ഈ മുഹറം 10 എന്ന് പറയുന്നത്. ചരിത്രത്തിലേക്ക് ഞാൻ ദീർഘമായൊരു ചരിത്രം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട്. ആ സ്നേഹം എത്രത്തോളം എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ലാത്ത അത്രയും വലിയ സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങൾ, ഇന്നലി കുല്ലി നബിയിൻ ദഅവതൻ മുസ്തജാബാ. ഓരോ നബിമാർക്കും പെട്ടെന്ന് ഉത്തരം കിട്ടുന്നൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ധാരാളം പ്രവാചകന്മാർ ആ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലായി ആ പ്രാർത്ഥന നടത്തിയ ധാരാളം പ്രവാചകന്മാരുണ്ട്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല സന്ദർഭങ്ങളും മുന്നിൽ വന്നിട്ടുണ്ട്. പല പ്രതിബന്ധങ്ങളും മുന്നിൽ വന്നിട്ടുണ്ട്. പല പീഡനങ്ങളും പ്രയാസങ്ങളും വന്നിട്ടുണ്ട്. ആ സമയത്തൊന്നും ആ ദുആ നടത്തിയിട്ടില്ല. ആ ദുആ ഒന്ന് നടത്തിയിരുന്നെങ്കിൽ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. ബുദ്ധിമുട്ടുകൾ മാറുമായിരുന്നു. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രാർത്ഥന ദഅവത്തുൻ മുസ്തജാബ, പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ആ പ്രാർത്ഥന മുത്തുനബി നടത്തിയിട്ടില്ല. കാരണം നാളെ പരലോകത്ത് വരുമ്പോൾ അവിടുത്തെ ഉമ്മത്തിന് വേണ്ടി മാറ്റിവെച്ചതാണ്. എന്താ പറഞ്ഞത്? അവിടുത്തെ ഉമ്മത്തിന് വേണ്ടി മാറ്റിവെച്ചതാണ് ആ പ്രാർത്ഥന. അവിടെ എൻ്റെ ഉമ്മത്ത് ആരും കഷ്ടപ്പെടാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടുകൂടെ. അത് പറയാനുള്ള കാരണം, നിങ്ങൾ മുത്തുനബിയുടെ പ്രിയപ്പെട്ട 2 മക്കളുണ്ടായിരുന്നു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. ഇവരൊക്കെ അനുഭവിച്ച പീഡനങ്ങൾ, ഹുസൈൻ റളിയല്ലാഹു അൻഹു അനുഭവിക്കാൻ പോകുന്ന പീഡനങ്ങളെക്കുറിച്ച് മുൻകൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട്. ആ കർബലയിൽ എന്ത് സംഭവിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരത്തെ അറിവ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത്രയും വേദനാജനകമായൊരു സംഭവം കർബലയിൽ നടക്കാനിരിക്കുന്നു. അതും ഞാൻ കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മകൻ അഥവാ അവിടുത്തെ മകളുടെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊല ചെയ്യപ്പെടുന്ന കാര്യമൊക്കെ നബി തങ്ങൾ അറിഞ്ഞിട്ടും അവിടുന്ന് ദുആ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോടുള്ള സ്നേഹം, നമ്മളോടുള്ള ഇഷ്ടം,
അതാണ് നബി തങ്ങൾ ആ ദുആ അവിടെയും നിർവഹിക്കാതിരുന്നത്. വേണ്ടി മാറ്റിവെച്ചു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 പേരമക്കൾ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സ്വർഗ്ഗലോകത്തെ രാജകുമാരന്മാരാണെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, അവരെ നമ്മളൊന്ന് നോക്കിയാൽ 2 പേരെയും ഒരേ സമയത്ത് കാണുമ്പോൾ മുത്തുനബിയോട് സാദൃശ്യതയുള്ളതുപോലെയാണ്. കാരണം ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അരയുടെ താഴ്ഭാഗത്തേക്ക് ഒന്ന് നോക്കിയാൽ മുത്തുനബിയെപ്പോലെയാണ്. അവിടുത്തെ രൂപഭാവമാണ്. അതേ സ്ഥാനത്ത് അരയുടെ മുകളിലേക്ക് നമ്മൾ നോക്കിയാൽ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അരയുടെ മുകളിലേക്ക് നമ്മൾ ഉടൽ ഭാഗത്ത് നമ്മൾ നോക്കിയാൽ മുത്ത് നബിയെ പോലെയാണ്. 2 പേരും ചേർന്നു നിന്നാൽ മുത്ത് നബിയെപ്പോലെയായിരുന്നു. ആ 2 മക്കളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ കൊല ചെയ്യപ്പെട്ടത് നമുക്കറിയാം. ചരിത്രം കണ്ടില്ലേ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്നു. കയറി വന്നപ്പോൾ ഒരു കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. തേങ്ങിക്കരയുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ ഒരു ഭാഗത്തിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്നുണ്ട്. കരയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ഒരു കുപ്പിയുണ്ട്. ആ കുപ്പിയിൽ മണൽ തരികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാണ് തങ്ങൾ കരയുന്നത്? എന്തു പറ്റി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലയോ അലി, നിങ്ങൾ വരുന്നതിൻ്റെ അല്പം മുമ്പ് എൻ്റെ അടുക്കൽ മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിരുന്നു. വന്നിട്ട് എൻ്റെ കയ്യിൽ നൽകിയൊരു കുപ്പിയാണ് ഇത്. ഈ കുപ്പിയിൽ നല്ല മണൽ തരിയുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് പറഞ്ഞു, ഓ നബിയേ, ഈ കുപ്പിയിലുള്ള മണ്ണ് അത് കർബലയിലുള്ള മണ്ണാണ്. ഈ മണ്ണ് തങ്ങളെ കയ്യിൽ കൊണ്ടുവന്നത് എന്തിനാ? തങ്ങൾ സ്നേഹിക്കുന്ന, വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഈ പറയപ്പെടുന്ന കർബലയിൽ വെച്ച് കൊല ചെയ്യപ്പെടും. ആ കൊല ചെയ്യപ്പെടുന്ന സ്ഥലത്തുള്ള മണ്ണാണ് ഇത്. ഈ മണ്ണ് എന്നാണോ ചെഞ്ചായമണിയുന്നത്, ചോര കളറായി എന്നാണോ മാറുന്നത്, അന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് വന്ന് പറഞ്ഞതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, മുഅ്മിനീങ്ങളെ, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദുആ ചെയ്യാമായിരുന്നു. നബി തങ്ങൾക്ക് പ്രാർത്ഥിക്കാമായിരുന്നു. എന്ത്? പഠിച്ചോനെ, എൻ്റെ പൊന്നാര പേരക്കുട്ടിക്ക് ഒരപകടവും ഉണ്ടാവരുത് എന്ന് ദുആ ചെയ്യാമായിരുന്നു. പക്ഷേ ആ ദുആ മുത്തുനബി നടത്തിയിട്ടില്ല. കാരണം
നാളെ പരലോകത്ത് ഉമ്മത്തിന് വേണ്ടി നീക്കിവെച്ചതാണ് ആ പ്രാർത്ഥന. അതാ ഞാൻ പറഞ്ഞത്, മുഅ്മിനീങ്ങളെ, മുത്തുനബിക്ക് നമ്മളോട് വല്ലാത്ത സ്നേഹമാണ്. തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണ്ടേ ഉമ്മമാരെ, സഹോദരിമാരെ? നബിയോടുള്ള മഹബത്ത് പറഞ്ഞാലും പറഞ്ഞാലും തീരൂല. അല്ലാഹു മുത്തുനബിയോട് വലിയ മഹബത്ത് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ സ്നേഹിക്കുന്ന നേതാവാ, തിരിച്ച് നമ്മൾ അങ്ങോട്ടും സ്നേഹം കൊടുക്കണം. അതെങ്ങനെയാ നമ്മൾ സ്നേഹിക്കേണ്ടത്? സ്നേഹമുണ്ട് എന്ന് പറയലല്ല, മറിച്ച് അവിടുന്ന് നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യരുത് എന്ന് പറയപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് അവിടുത്തെ സുന്നത്തുകളൊക്കെ മുറുകെ പിടിച്ച് ജീവിക്കുമ്പോഴാണ് മുത്തുനബിയോട് നമുക്ക് സ്നേഹമുണ്ട് എന്ന് പറയാൻ നമുക്ക് അവകാശമുള്ളൂ. പ്രിയമുള്ളവരെ, എന്ന് ഓർമ്മപ്പെടുത്തി ഏതായാലും ഞാൻ മഹാനരായ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട വിഷയം പൂർത്തീകരിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ സംഭവമാണ്. മറ്റൊരു റിപ്പോർട്ടിൽ മറ്റൊരു രൂപത്തിൽ ഈ വിഷയം പറയുന്നുണ്ട്. ഏതായാലും പറയട്ടെ, ഇവിടെ ഹിജ്റ 61 മുഹറം 10-ാം തീയതി, ഹിജ്റ 61 മുഹറം 10-ാം തീയതി മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കർബലയിൽ വെച്ച് കൊല ചെയ്യപ്പെടുന്നു. അതേ കർബലയിലെ ആളുകൾ, അഥവാ ഇറാഖിലുള്ള ആ ഭാഗത്തുള്ള ആളുകൾ മഹാനരായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി വഞ്ചന നടത്തിയതാണ്, വഞ്ചിച്ചു കൊന്നതാണ്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു പോകുന്നു. അതുപോലെ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളുണ്ട്. അവിടുത്തെ സഹോദരി സൈനബ ബീവി റളിയല്ലാഹു അൻഹയും മക്കളും കൂടെയുണ്ട്. ഇങ്ങനെ അതാ ദുർരിയ്യത്തുൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കള്, ആ മക്കളുമായി അങ്ങ് പോവുകയാണ്. കർബലയിലേക്ക് എത്തുമ്പോൾ അവരെ തടഞ്ഞു വെക്കുന്നു. ഇബ്നു സിയാദിൻ്റെ സൈന്യങ്ങൾ വന്നിട്ട് അവരെ തടഞ്ഞു വെച്ചിട്ട് അവിടെ വെച്ചിട്ട് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമക്കളെ കൊന്നുകളയുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ ചെറിയ ഒരു കുട്ടിയെ പിടിച്ച് കയ്യിൽ പിടിച്ചിട്ട് ആ ഇബ്നു സിയാദിൻ്റെ ആളുകളോട് പറഞ്ഞു, കുട്ടി വല്ലാതെ കരയുന്നുണ്ട്, ദാഹം കാരണം കരയുകയാണ്, അല്പം വെള്ളമൊന്ന് കൊടുക്കട്ടെ. യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് അല്പം വെള്ളം എടുത്തുകൊണ്ട് ഈ കുഞ്ഞിനൊന്ന് നൽകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സമയം വാവിട്ടു കരയുന്ന ഈ കുഞ്ഞുമോൻ, ആ കുഞ്ഞുമോൻ്റെ ശരീരത്തിലേക്ക് ഇബ്നു സിയാദിൻ്റെ ആളുകൾ അമ്പെയ്യുന്നു. ആ കുഞ്ഞ് അവിടുന്ന് കൊല ചെയ്യപ്പെടുകയാണ്. ആ ക്രൂരത കാണിച്ച ഇബ്നു സിയാദിൻ്റെ ആളുകളുണ്ടല്ലോ, അവർക്ക് പിന്നീടുള്ള സംഭവങ്ങൾ, അവർക്ക് വന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ കിതാബുകളിൽ പറയുന്നുണ്ട്. ഏതായാലും മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ കിടന്നുകൊണ്ട് അമ്പ് തറച്ച കുഞ്ഞ് മരണപ്പെട്ടു പോവുകയാണ്. അതുപോലെ മറ്റുള്ള മുത്തുനബിയുടെ മക്കളെ മുഴുവനും കൊന്നു കളയുന്നു. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു വെള്ളത്തിന് വേണ്ടി ഒന്ന് ഞെരങ്ങി യൂഫ്രട്ടീസ് നദിയുടെ തീരത്തേക്ക് പോകുമ്പോൾ ഇബ്നു സിയാദിൻ്റെ ആളുകൾ വന്നിട്ട് അതാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചിട്ട് കഴുത്തറുക്കുന്നു. കഴുത്തറുത്തതിൻ്റെ ശേഷം ഉടലിൽ നിന്ന് കഴുത്ത്
വെട്ടിമാറ്റിയിട്ട് ഒരു കുന്തത്തിലങ്ങ് നാട്ടുന്നു. ഈ അക്രമികളായ ആളുകൾ വീണ്ടും അവരതാ ഇനി ആരെല്ലാം ഉണ്ട് എന്നന്വേഷിച്ചുകൊണ്ട് അതാ മുത്തുനബിയുടെ മക്കളെ മുഴുവനും കശാപ്പ് ചെയ്യാൻ വേണ്ടി വരികയാണ്. പെൺകുട്ടികളെ മാറ്റി നിർത്തി ആൺകുട്ടികളെ മുഴുവനും കൊന്നുകളയുകയാണ്. ആ സമയത്ത് സൈനുൽ ആബിദീൻ എന്ന മകന് അവിടെയുണ്ട്. ആള് ടെൻറ്റിലാണ്, പനി പിടിച്ച് കിടക്കുകയാണ്. അങ്ങനെ സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന പൊന്നുമോന് കൊണ്ടുവരുന്നു. പ്രായപൂർത്തിയെത്തിയോ എന്ന് അവരെ പരിശോധിക്കുന്നു. പ്രായപൂർത്തിയെത്തിയെന്നറിഞ്ഞപ്പോൾ ആ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി കൽപ്പന കൊടുക്കുമ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹാ ഓടിങ് വന്നിട്ട് ആ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുകളിലേക്ക് അങ്ങ് കിടക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവനെ കൊല്ലല്ല. നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ എന്നെ വെട്ടി നുറുക്കിയതിൻ്റെ ശേഷമല്ലാതെ ഈ പൊന്നുമോനെ കൊല്ലാൻ സമ്മതിക്കൂല. സൈനബ് റളിയല്ലാഹു അൻഹാ അവിടുന്ന് വല്ല ഉറക്കയങ്ങ് പ്രഖ്യാപിക്കുമ്പോൾ അതാ ഇബ്നു സിയാദിൻ്റെ ആളുകളിൽ ചിലർ പറഞ്ഞു, എന്നാൽ നമുക്ക് കൊല്ലണ്ട, വിട്ടുകളയാമെന്ന്. അങ്ങനെ ആ പൊന്നുമോൻ അവിടുന്ന് രക്ഷപ്പെട്ടതാണ്. ഇന്ന് കാണുന്ന അതാ അഹ്ലു ബൈത്ത് റസൂലുള്ളാഹിൻ്റെ മക്കളെ ദുർരിയ്യത്തുൻ നബിയ്യ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിലൂടെ ഇന്ന് ലോകത്ത് വന്നതാണ്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അങ്ങനെ ക്രൂരത കാണിച്ച ഇബ്നു സിയാദിൻ്റെ ആളുകൾ അവിടുന്ന് വല്ലാത്ത അക്രമം നടത്തി, വല്ലാത്ത പ്രയാസങ്ങൾ നടത്തി, മുത്തുനബിയുടെ മക്കളെ വല്ലാതെ ദ്രോഹിച്ചു. ഇതെല്ലാം മുത്തുനബിക്ക് നേരത്തെ കിട്ടിയ അറിവാണ്. അവിടുന്ന് മുത്തുനബി ആ ദുആ ഒന്ന് നടത്തിയിരുന്നെങ്കിൽ ഈ സംഭവങ്ങൾ അവിടെ നടക്കൂല. പക്ഷേ മുത്തുനബി നമുക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്. അവിടുന്ന് ഇബ്നു സിയാദിൻ്റെ ആളുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തല വെട്ടിയെടുത്തിട്ട് ഒരു കുന്തത്തിലിങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് അങ്ങാടിയിലൂടെ റാലി പോവുകയാണ്. അങ്ങനെ വൈകുന്നേരമായി അവിടുന്ന് അവർ സിന്ദാബാദ് വിളിക്കുന്നുണ്ട്. രാത്രിയാകുന്നു, ഈ തല എവിടെയെങ്കിലും ഒന്ന് വെക്കേണ്ടതുണ്ട്. അവർ നേരെ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. ഇനി യാത്ര നടക്കൂല, ഇതെവിടെയെങ്കിലും ഒന്ന് വെക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഒരു ക്രിസ്തീയ പുരോഹിതൻ, ഒരു പണ്ഡിതൻ, ഒരു ജൂതനായൊരു മനുഷ്യൻ ഇത് കാണുകയാണ്. ചോദിച്ചു, അവരോടൊരു തല ഇങ്ങനെ കണ്ടപ്പം ചോദിച്ചു, റഅ്സുമൻ, ഇതാരുടെ തലയാണ്? അവിടുന്ന് പറയുന്നു, അവർ പറഞ്ഞു റഅ്സുൽ ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ് ഇബ്നു ഫാത്തിമ ബിൻത് റസൂലില്ലാഹ്. അവർ പറയാണ്, ഹുസൈൻ, അലി ഇബ്നു അബി ത്വാലിബ് എന്നവരുടെ മകൻ ഹുസൈൻ എന്നവരുടെ തലയാണ് റളിയല്ലാഹു അൻഹും. ആ സമയത്ത് ആ ജൂതൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് മനുഷ്യന്മാരാണോ? നിങ്ങൾ എന്തായി ചെയ്തത്? നിങ്ങളുടെ പ്രവാചകന്റെ പേരക്കുട്ടിയുടെ തലയാണോ നിങ്ങളീ കാണിക്കുന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, ലൗകാന ഈസാ നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്നെങ്കിൽ, അഥവാ അയാൾ പറയുന്നു, ലൗകാന ഈസാ ലഹമൽനാഹു അലാ അഖ്താഫിനാ, ഈസ നബി അലൈഹിസ്സലാമിനൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ആ കുട്ടിയെ ചുമലിലിട്ട് നടക്കുമായിരുന്നു. നിങ്ങൾ എന്താണ് കാണിച്ചത്? നിങ്ങളുടെ പ്രവാചകരുടെ പേരക്കിടാവിനെയാണോ നിങ്ങളിത് കാണിച്ചത്?
എന്ന് പറഞ്ഞ് സങ്കടത്തോടുകൂടെ ഈ മനുഷ്യൻ അവരോട് ചോദിച്ചു, ഈ തല ഇന്നത്തെ ഒരു രാത്രിയിൽ നിങ്ങൾ എൻ്റെ വീട്ടിൽ വെക്കാൻ എനിക്ക് സമ്മതം തരുമോ? അവർ പറഞ്ഞു, നിങ്ങൾ എന്തു തരോ? ആ മനുഷ്യൻ പറഞ്ഞു, 10,000 ദീനാർ ഞാൻ നൽകാം. അങ്ങനെ അവർ ആ തല ആ മനുഷ്യൻ്റെ വീട്ടിലങ്ങ് വെക്കുന്നു. രാത്രിയായി. ഈ മനുഷ്യൻ ആ തലയും മടിയിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ആ മുടി ചീകി കൊടുക്കുന്നു. സങ്കടത്തോടുകൂടെ അതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പലതും പലതും പറയുന്നു. അവസാനം മയക്കത്തിലേക്ക് പോയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ സ്വപ്നത്തിൽ വന്നിട്ട് അദ്ദേഹത്തിന് ഹിദായത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഏതായാലും ഈ മനുഷ്യൻ അവിടുന്ന് ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ നേരം പുലർന്നു. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തലയുമായി അവർ വീണ്ടും മുന്നോട്ട് പോവുമ്പോഴാണ് ചില സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ മനുഷ്യൻ കൊടുത്ത ഈ 10,000 ദീനാറ് വഴിമധ്യേ അവർ ഓഹരി ചെയ്യാൻ വേണ്ടി തുനിഞ്ഞൊരു സന്ദർഭമുണ്ട്. നേരെ ഇതുമായി ഇബ്നു സിയാദിൻ്റെ അടുക്കിലേക്ക് നമ്മൾ ചെന്നാൽ നമുക്കൊന്നും കിട്ടൂല. അതുകൊണ്ട് നമ്മൾ ഇത് ഇപ്പോൾ തന്നെ നമ്മളത് എല്ലാവരും ഭാഗിച്ചെടുക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതിനവർ തയ്യാറായി നിൽക്കുമ്പോൾ അവരെ കയ്യിലുണ്ടായിരുന്ന 10,000 ദീനാറ് അവർ തുറന്നു നോക്കുമ്പോൾ അത് കല്ലുകളായി മാറിയിട്ടുണ്ട്. ആ കല്ലുകൾ ഒരു ദീനാറ് പോലെ തന്നെയുണ്ട്. അതിൻ്റെ 2 ഭാഗത്തും അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ലാഹു തആല ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഫലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. ആ ചരക്കല്ലിൻ്റെ ഒരു ഭാഗത്ത് എഴുതി വെച്ചത് അങ്ങനെയാണ്, നിങ്ങൾ ചെയ്യുന്ന അക്രമം ചെയ്യുന്നതൊക്കെ റബ്ബ് എല്ലാറ്റിൽ നിന്നും അശ്രദ്ധവാനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? റബ്ബ് കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മറുഭാഗത്ത് എഴുതിപ്പോയി, വസ്യഅലമുല്ലദീന ളലമൂ അയ്യ മുൻഖലബിൻ യൻഖലിബൂൻ. നിങ്ങൾ നാളെ ചെന്ന് വീഴേണ്ട സ്ഥലങ്ങൾ അത് നിങ്ങൾ തീർച്ചയായും കാണുക തന്നെ ചെയ്യുമെന്ന് 2 ഭാഗത്തും രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അവർക്ക് ആ 10,000 ദീനാറ് കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടായില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കൾ അവരനുഭവിച്ച പീഡനങ്ങൾ എത്രയാണ്, യാതനകൾ എത്രയാണ്, കഷ്ടപ്പാടുകൾ എത്രയാണ്, ബുദ്ധിമുട്ടുകൾ എത്രയാണ്. അങ്ങനെ സഹിക്കുമ്പോഴും മുത്തുനബി നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് മുത്തുനബി നമ്മളോട് പറഞ്ഞതും അത് തന്നെയാണ്, നിങ്ങൾക്ക് ഞാൻ ഇസ്ലാമിക പ്രബോധനം നടത്തി തന്നു, അതിനു വേണ്ടി ഞാൻ ധാരാളം കഷ്ടപ്പാടുകൾ സഹിച്ചു, ധാരാളം ബുദ്ധിമുട്ടുകൾ എനിക്ക് ഏൽക്കേണ്ടി വന്നു. എന്നെ നാട്ടിൽ നിന്ന് ആട്ടിയിറക്കപ്പെട്ടു. എനിക്ക് പല നാടുകളിൽ തോയിഫിലേക്ക് ചെന്നപ്പോൾ എന്നെ ഭ്രാന്തനെന്ന് വിളിച്ചു, കല്ലെടുത്തെറിഞ്ഞു, എൻ്റെ പല്ല് പൊട്ടിപ്പോയി ഉഹദ് രണാങ്കണത്തിൽ. ഇങ്ങനെ കഷ്ടപ്പാടുകൾ 450 കിലോമീറ്ററോളം ഒന്നും മലയും കയറി ഞാൻ ഹിജ്റ പോയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ട് ഒന്നും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. അതിന് ഒരു പണവും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, ഒരു ദിർഹമും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. എൻ്റെ കുടുംബക്കാരെ സ്നേഹിക്കണമെന്നല്ലാതെ ഒന്നും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, പറയുന്നില്ല.
ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളെ നമ്മൾ സ്നേഹിക്കണോ, അവരെ നമ്മൾ ആദരിക്കണോ, അവരെ നമ്മൾ ബഹുമാനിക്കണോ? അങ്ങനെ നമുക്ക് വിജയമുണ്ടാവേണ്ടതുണ്ട്. അവർ സഹിച്ച സഹനമാണ് ഇന്ന് നമ്മൾ ഈ ദീനീ പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് കഴിയുന്നത്. അല്ലാഹു ആ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തെരുമാറാവട്ടെ. ഉമ്മമാരെ ഒരു കാര്യം പറയട്ടെ, സഹോദരിമാരെ ഒന്ന് സൂചിപ്പിക്കട്ടെ, എന്നോട് തന്നെ ഞാൻ പറയട്ടെ, ഓർമ്മപ്പെടുത്തട്ടെ. ഹറാമിലേക്ക് നമ്മൾ പോവരുത്. നമ്മളെ കണ്ണുകളെ കൊണ്ട് ഹറാമുകൾ കാണരുത്, കൈകളെ കൊണ്ട് ഹറാമുകൾ പിടിക്കരുത്, കാലുകളെ കൊണ്ട് ഹറാമിലേക്ക് നമ്മൾ പോവരുത്, നമ്മളെ ചെവികളെ കൊണ്ട് ഹറാമ് കേൾക്കരുത്, നാവുകളെ കൊണ്ട് ഹറാമ് പറയരുത്, വായ കൊണ്ട് ഹറാമ് ഭക്ഷിക്കരുത്. ഹറാമുമായി ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. നമ്മുടെ ജീവിതം നമ്മൾ സംശുദ്ധമാക്കണോ. ഈ മുഹറം അതിന് പറ്റുന്ന മാസമാക്കണോ. ഉമ്മമാരെ, നമ്മുടെ മക്കള്, ഭർത്താക്കന്മാര് ഹറാമിൽ നിന്ന് അവർ ഹറാമിലേക്ക് പോകുന്നതിന് തടയാൻ നമുക്ക് കഴിയണോ. നമ്മുടെ മക്കൾ ഇന്ന് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ കണ്ടിട്ട് കാണുന്നില്ല എന്നുള്ള രൂപത്തിൽ, കണ്ടിട്ടില്ല എന്നുള്ള രൂപത്തിൽ നമ്മൾ മാറി നിൽക്കരുത്. നമ്മൾ ആ മക്കളെ കൊണ്ട് നാളെ റബ്ബിൻ്റെ കോടതിയിൽ പരാജയപ്പെട്ടു പോകും കേട്ടോ. അതുകൊണ്ട് മക്കൾ കാരണം നാളെ പരലോകത്ത് വിജയിക്കണമെങ്കിൽ ചില നിബന്ധനകളും ചില സ്റ്റെപ്പുകളും നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതിനൊക്കെ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മുഹറം മാസം നമ്മൾ നന്നാവാൻ വേണ്ടി ശ്രമിക്കണം. ഇതെൻ്റെ തുടക്കമാണെന്നുള്ളൊരു പ്രതിജ്ഞ വേണം. ഇവിടുന്ന് അങ്ങോട്ടൊരു ഹറാമിലും ഞാൻ ചെന്ന് ചാടൂല എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടെ ഒരു നിർബന്ധമായ കാര്യങ്ങളും ഞാൻ ഇനി ഒഴിവാക്കൂല. ഒരു സുന്നത്ത് നിസ്കാരവും ഞാൻ ഒഴിവാക്കൂല, ഒരു ഹദ്ദാദും ഞാൻ ഒഴിവാക്കൂല. ദിവസവും തബാറക സൂറത്ത് ഞാൻ ഓതും, ദിവസവും വാഖിഅ സൂറത്തും യാസീനും ഞാൻ ഓതും, എല്ലാ വെള്ളിയാഴ്ചയിലും കഹ്ഫ് സൂറത്ത് ഞാൻ ഓതും. അങ്ങനെ ഓരോരോ കാര്യങ്ങളും നമ്മളങ്ങ് ഉറച്ചു നിന്നിട്ട് സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കോ എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത് നമുക്കൊന്നു നന്നാവാം. റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.